ഇന്ത്യയിലെ ടോപ്പ് 5 എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ബിടെക്കോ എംടെക്കോ ഒക്കെ എടുത്ത് ഭാവിയിൽ നല്ല രീതിയിലുള്ള സാലറിയും അതുപോലെ ഒരു ടെക്നോക്രാറ്റിക് ആയിട്ട് മാറാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. മൈ നെയിം ഈസ് മുസമ്മിൽ. വെൽക്കം ടു അപ്സ്കിൽ കരിയേഴ്സ്. സോ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റുഡൻസിന് ഒരു 15 ലക്ഷം മുതൽ അല്ലെങ്കിൽ ഒരു 1 crore വരെ ആവറേജ് പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്ന കമ്പനികൾ വരുന്ന റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഏറ്റവും മികച്ച കോളേജുകളെയാണ് നമ്മളിതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലിസ്റ്റ് പ്രകാരം പൊതുവെ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 5ഉം ഇന്ത്യയിലെ IIT-കളാണ്. NTR റാങ്കിങ് അനുസരിച്ചാണ് ഈ 5 കോളേജുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ ആവറേജ് ഒരു 15 to 1 crore വരെ സാലറി ആവറേജ് പ്ലേസ്മെന്റ് കൊടുക്കുന്ന കമ്പനികൾ വരുന്ന ഈ ഒരു കോളേജുകളെയാണ് നമ്മൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലിസ്റ്റ് പ്രകാരം 5ാമത് വരുന്നത് IIT ഖരഗ്പൂർ ആണ്. നമ്മുടെ അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചയൊക്കെ പഠിച്ചിറങ്ങിയത് ഈ കോളേജിൽ നിന്നാണ്. ലിസ്റ്റ് പ്രകാരം 4ാമത് വരുന്നത് IIT കാൺപൂരാണ്. IBM CEO അരവിന്ദ് കൃഷ്ണനെല്ലാം ഈ കോളേജിന്റെ ഫോർമർ സ്റ്റുഡന്റ് ആണ്. ലിസ്റ്റ് പ്രകാരം 3ാമത് വരുന്നത് IIT ബോംബെ ആണ്. IIT ബോംബെ ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഒരുപാട് ടെക്നോക്രാറ്റ്സും അതുപോലെ ഒരുപാട് ഫൗണ്ടേഴ്സും ഒക്കെ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. ഒല ക്യാബ്സിന്റെ ഫൗണ്ടർ ഭവീഷ് അഗർവാൾ, അതുപോലെ തന്നെ നമ്മുടെ ആധാർ ഇംപ്ലിമെന്റ് ചെയ്ത ഇൻഫോസിസിന്റെ സഹസ്ഥാപകനും കൂടിയായ നന്ദൻ വിലേഖനിയും IIT ബോംബെയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ലിസ്റ്റ് പ്രകാരം 2ാമത് വരുന്നത് IIT ഡൽഹിയാണ്. IIT ഡൽഹിയുടെ ഏറ്റവും മികച്ച 2 സ്റ്റുഡൻസ് ആണ് ഫ്ലിപ്കാർട്ട് സ്ഥാപിച്ച ബിന്നി ബൻസാലും അതുപോലെ തന്നെ സച്ചിൻ ബൻസാലും വരുന്നു. സൊമാറ്റോ സ്ഥാപിച്ച ദീപേന്ദ്ര ഗോയലും IIT ഡൽഹിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. NTR ലിസ്റ്റ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജായി തെരഞ്ഞെടുത്തിരിക്കുന്നത് IIT മദ്രാസ് ആണ്. IIT മദ്രാസിൽ നിന്നും പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ആണ് ഇൻഫോസിസിന്റെ സഹസ്ഥാപകൻ കൂടിയായ ക്രിസ് ഗോപാലകൃഷ്ണൻ, അതുപോലെ സോഹോ ബുക്സ് സ്ഥാപിച്ച ശ്രീധർ വെമ്പു. ഇവരെല്ലാം IIT മദ്രാസിന്റെ പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു 5 കോളേജുകളും നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം മാത്രമല്ല നൽകുന്നത്, നിങ്ങൾക്ക് ഒരു ടെക്നോക്രാറ്റായി മാറാനുള്ള അല്ലെങ്കിൽ ഭാവിയിൽ വലിയ ഇൻവെൻഷൻസും അതുപോലെ ഭാവിയിൽ വലിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ ആവശ്യമായ എല്ലാവിധ ബാക്ക് സപ്പോർട്ടുകളും ഒരു അറ്റ്മോസ്ഫിയറും പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളാണ് ഈ 5 കോളേജുകൾ. ഇന്ന് വേൾഡിലെ തന്നെ പല സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കുന്നത് ഈ IIT-യുടെ അലുമിനീസ് ഒക്കെയാണ്. സോ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യണം, എഞ്ചിനീയർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും IIT-കളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.